എല്ലാവർക്കും നമസ്കാരം. CHiLLiയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അത് മറ്റൊന്നുമല്ല, നമ്മൾ തമ്പനയിൽ കണ്ടുപോലെ തന്നെ ഒരു അടിപൊളി മധുരക്കറിയുടെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമ്മളിവിടെ പറയുന്നത് മധുരക്കറി എന്നാണ്, ചിലയിടത്ത് പച്ചടി എന്ന് പറയും. ഓരോ സ്ഥലത്തും ഓരോരോ രീതിയിലാണ് നമ്മുടെ ഈ വിഭവം അറിയപ്പെടുന്നത്. നമ്മുടെ സദ്യകളിൽ എല്ലാവർക്കും തന്നെ മധുരം ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത് വാങ്ങി കഴിക്കുന്ന ഒരു വിഭവം കൂടിയാണ് മധുരക്കറി. മധുരക്കറി നമുക്ക് പല രീതിയിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പൈനാപ്പിൾ, അതുപോലെ ഏത്തപ്പഴം, പിന്നെ മുന്തിരിങ്ങ, അങ്ങനെ അത് വെച്ചിട്ടാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. നമുക്ക് ഈ റെസിപ്പി പറഞ്ഞത് മറ്റാരുമല്ല, നമുക്ക് അവിയലിൻ്റെ റെസിപ്പി പറഞ്ഞത് നമ്മുടെ സ്വന്തം രവിചേട്ടനാണ് നമുക്കിന്ന് ഈ മധുരക്കറിയുടെ റെസിപ്പിയും പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒട്ടും താമസിക്കാനുള്ള നേരെ നമ്മുടെ മധുരക്കറിയിലെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ രവിചേട്ടൻ നമ്മുടെ ഒപ്പം ഉണ്ട്. രവിചേട്ടൻ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന വിഭവം എന്ന് പറഞ്ഞാൽ മധുരക്കറിയാണല്ലേ? മധുരക്കറി, അതായത് ചെറിയ സദ്യയിൽ നമ്മൾ ഒഴിച്ചുകൂടാത്ത ഒരു വിഭവം തന്നെയാണ് മധുരക്കറി. അതുപോലെ കുട്ടികൾക്കായാലും വളരെ ഇഷ്ടപ്പെട്ട വിഭവം തന്നെയാണല്ലേ? അപ്പോൾ രവിചേട്ടൻ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്? പൈനാപ്പിൾ കൊത്തി അരിഞ്ഞെടുക്കുക, പിന്നെ ഏത്തപ്പഴം അത് നടുവേ കീറി അരിഞ്ഞ് ചേർക്കുക. പിന്നീട് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാനുള്ളത് ഇത് തേങ്ങ അരച്ചത് വേറെ സെപ്പറേറ്റ് ചേർക്കണം. തേങ്ങ അരച്ച് ചേർക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് മിക്സിങ് പകുതി കൂടുതൽ വേവായി കഴിയുമ്പോൾ കൂടെ ചേർത്ത് വരട്ടി അതെല്ലാം ശരിയാക്കുക. ലാസ്റ്റ് വാങ്ങി വയ്ക്കാറാകുമ്പോൾ മുന്തിരിങ്ങ ഇട്ട് വാങ്ങി വയ്ക്കുക അല്ലേ? അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എടുത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? തേങ്ങയാണെങ്കിൽ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. അത് വേണ്ടത് മുളക് പൊടിയും ഉപ്പും നമുക്ക് ആവശ്യത്തിന് ചേർത്താൽ മതി. അതുപോലെ നമ്മൾ ഏത്തപ്പഴം എടുക്കുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എന്ത് ദൂരത്തിനാണ് നമ്മൾ എടുത്തേക്കണേ? രണ്ട് പഴം എടുത്തുള്ളൂ. 2 ഏത്തപ്പഴം എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഒരു കന്നാരച്ചക്ക വലിയ നല്ല പഴുത്ത കന്നാരച്ചക്ക ആയിരിക്കണം. ഒരു കന്നാരച്ചക്ക വലിയ കന്നാരച്ചക്ക എടുത്തിട്ടുണ്ട്. അതുപോലെ ഏത്തപ്പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ മുന്തിരിങ്ങ, അതുപോലെ ചെറിയൊരു ഉരുള ശർക്കര. മൊത്തം എടുത്തിട്ടുള്ളൂ. തേങ്ങയാണെങ്കിൽ ഒരു മുറി തേങ്ങ എടുത്തിട്ടുള്ളൂ അല്ലേ? പിന്നെ കറിവേപ്പില, പിന്നെ നമുക്ക് അതിനകത്ത് ജീരകം, കുറച്ച് ജീരകം വേണമെങ്കിൽ അരച്ചപ്പോൾ ചേർത്തിട്ടുണ്ട്. അതേ ഉള്ളൂ. ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഫസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പോകുന്നത് ഇനി കടുക് വറുത്ത ഈ സാധനം അടുപ്പത്ത് ആക്കുക. അപ്പോൾ നമുക്ക് നല്ല പരിപാടി നോക്കാം. കറിവേപ്പില ശരിക്കും പറഞ്ഞാൽ വറ്റൽമുളക് ഇട്ട് കൊടുക്കേണ്ടായിരുന്നു അല്ലേ? നമ്മൾ വറ്റൽമുളകിനെ വിട്ടുപോയി ഇരിപ്പില്ല, അതുകൊണ്ടാണ് ഇടാത്ത. വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം കേട്ടോ. കടുക് വറുത്തിട്ടുണ്ട്. കറിവേപ്പിലയിട്ട് കടുക് എല്ലാം വറുത്തു. നമ്മളതിൽ പൈനാപ്പിൾ ചേർത്ത് കൊടുത്തു അല്ലേ? കൂടെ തന്നെ പഴം ചേർത്ത് കൊടുക്കുകയാണല്ലേ? ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി ഇരിപ്പുണ്ട്, നമ്മൾ ഇട്ടോട്ടെ. ഇതിപ്പോൾ നമ്മൾ ശരിക്കും പഴുത്ത് പോയിട്ടല്ലോ പൈനാപ്പിൾ കൊത്തി അരിയുമ്പോൾ ഇങ്ങനെ തന്നെയല്ലേ? കൊത്തി അരിയുമ്പോൾ വെള്ളം ഉണ്ടാകും. പഴുപ്പ് കൂടുമ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള വെള്ളമുണ്ടല്ലേ? ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മുളകും ഉപ്പും ചേർത്ത് കൊടുക്കാം അല്ലേ? കൂടെ ചേർക്കണം. ഇനി ഇളക്കി കൊടുക്കണം അല്ലേ? ഇനി തേങ്ങയും കൂടി ചേർക്കാണ്ട അരപ്പ് ചേർക്കാം. ഇപ്പോൾ ഈ കൂടെ തന്നെ ചേർക്കണം അരപ്പ്. അതും ഇളക്കിക്കൊണ്ടിരിക്കുക. ആവശ്യമില്ല അല്ലേ? ചന്ദനം പൊത്തി വയ്ക്കുക. അത് കഴിഞ്ഞ് ഇളക്കുക. അടി പിടിക്കാതിരിക്കാൻ നമ്മൾ പിടി ഇളക്കി കൊടുക്കണം അല്ലേ? ശരിക്കും നമ്മൾ എണ്ണ യൂസ് ചെയ്ത് കടുക് വെക്കാൻ നേരത്ത് മാത്രമാണ് അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ അല്ലേ? കുറച്ച് എണ്ണ എടുത്തുള്ളൂ കടുക് പൊട്ടാൻ ഉള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രം അല്ലേ? അപ്പോൾ നമുക്കിത് വേവാൻ ഇത് എത്ര മിനിറ്റ് താമസം ഉണ്ടാവും ചേട്ടാ? 5 മിനിറ്റ് കഴിഞ്ഞാവും അല്ലേ? ഓക്കെ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ പഴങ്ങൾ വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് അത് കഴിഞ്ഞിട്ടാണ് ശർക്കര ചേർത്ത് കൊടുക്കണം അല്ലേ? ശർക്കര ലാസ്റ്റ് ചേർത്ത് കൊടുക്കണം അല്ലേ? ഇത് ശരിക്കും ഉടഞ്ഞു കഴിയുമ്പോൾ ഇനി ശർക്കര ഇടുക. അതായത് നമ്മൾ ശരിക്കും ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അടി പിടിക്കാതെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ശർക്കര അടുത്ത് സ്വല്പം വെള്ളമാവും. ശരിക്കും പൈനാപ്പിളും ശരിക്കും ഉടഞ്ഞു വന്നിട്ടുണ്ടല്ലേ? ഉടഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ശർക്കര ഇട്ടോട്ടെ.
ഇനി വെള്ളം ആയിക്കോളും അടുത്ത് വരുമ്പോൾ പൈനാപ്പിളും വെള്ളം ഉണ്ടല്ലോ അല്ലേ? പൈനാപ്പിൾ അത് കുറെ പറ്റും. ശർക്കര അലുക്കുമ്പോൾ അത് സ്വല്പം ലൂസാവും. ഇനിയിപ്പോൾ നമുക്ക് പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ബാക്കിയെല്ലാം എല്ലാം കഴിഞ്ഞ് വാങ്ങി വാങ്ങി വെച്ചാൽ അല്ലേ? മുന്തിരിങ്ങ ഇടാം. വെള്ളമൊക്കെ പറ്റി. അപ്പോൾ മുന്തിരിങ്ങ തൂളിയിടണം. തൂളിയിട്ടാൽ മതി അല്ലേ? ഒന്നിച്ച് വരാണ്ട് ഇങ്ങനെ തൂളിയിട്ട മുന്തിരിങ്ങ നമ്മൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ, അതിനനുസരിച്ചിട്ടുള്ള അല്ലേ? അത് ഈ സാധനം പേടിയാ എനിക്ക്. ശരിക്കും പറഞ്ഞാൽ രവിചേട്ടൻ പറഞ്ഞാണ് മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കേണ്ട, മുന്തിരിങ്ങയുടെ വിഷാംശമുണ്ട്, അപ്പോൾ അതുകൊണ്ട് ചേർത്ത് കൊടുക്കേണ്ട. ഒരിടത്ത് ഈ സാധനം ചേർക്കാറില്ല, ഉപയോഗിക്കാറില്ല. രവിചേട്ടൻ ഒരിടത്ത് ഉപയോഗിക്കാറില്ല. പിന്നെ നമുക്ക് കാണുമ്പോൾ ഒരു കളർ ഏതൊരു ആയിക്കോട്ടെ എന്ന് ഓർത്തുകൊണ്ടാണ് നമ്മൾ മുന്തിരിങ്ങ ചേർത്ത് കൊടുത്തേട്ടോ. അപ്പോൾ നമുക്ക് കരിയാപ്പില ഇട്ട് കൊടുക്കണം രവിചേട്ടൻ. ഒരെണ്ണം മതി അല്ലേ? അപ്പോൾ നമുക്ക് തൂളി തന്നെ ഇട്ട് കൊടുക്കാം അല്ലേ? നമ്മൾ എടുക്കുമ്പോൾ സൈഡിൽ നിന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി എടുക്കുക. സൈഡിൽ നിന്ന് എടുക്കണില്ല. ഇനിയിപ്പോൾ ഇളക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ മൂടി വെക്കണോ? ഇനി അത് ഒന്നും ചെയ്യണ്ട. നമ്മുടെ മധുരക്കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാവരും കൂടെ ഒന്ന് ടേസ്റ്റ് നോക്കാം. നമ്മൾ മധുരക്കറി നല്ല മുന്തിരിങ്ങയൊക്കെ ഇട്ട് നല്ല കളറൊക്കെ ആയിട്ട് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് തയ്യാറാക്കി തന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? ആയി, ഇതാണ് യഥാർത്ഥ മധുരക്കറി. കറക്റ്റ് ഉപ്പും ആ ചെറിയൊരു എരിവും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം രവിചേട്ടൻ അഡീഷണൽ എടുത്തപ്പോൾ രവിചേട്ടൻ ഇടണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാണ്. പിന്നെ ഇത് മുന്തിരിങ്ങ ഇഷ്ടമാണ്. എന്നാൽ മുന്തിരി കിട്ടാൻ ചെറിയൊരു വ്യത്യാസമുണ്ട്. മുന്തിരിക്ക് ഇച്ചിരി പൊളിയുണ്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇതുണ്ട്. ബാക്കി വെച്ചിട്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മധുരക്കറി നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന അല്ലേ വെച്ചിട്ടാണ്. ഒരുപാട് സമയമൊന്നും എടുത്തില്ല, നിസ്സാര സമയം എടുത്തിട്ടുള്ളൂ. അതെ, പൈനാപ്പിൾ എല്ലായിടത്തും സുലഭമായിട്ട് കിട്ടുന്നത് തന്നെയാണ് പൈനാപ്പിൾ. അപ്പോൾ പൈനാപ്പിൾ വീട്ടിലുള്ളവരാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് കറി ഉണ്ടാക്കാം അല്ലേ? പിന്നെ പുറത്ത് മേടിക്കുന്ന ഒരു മുന്തിരിങ്ങ മാത്രം മേടിക്കേണ്ട ആവശ്യമുള്ളൂ. അത് മുന്തിരി കിട്ടണമെന്നില്ല, സർക്കാർ അതന്നെ സർക്കാർ. അപ്പോൾ എത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് രവിചേട്ടനൊപ്പം ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.